Hey guys, welcome back. അപ്പോൾ ഇന്ന് ഈ ഒരു ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്നൊരു ഹോൾ വീഡിയോ ആണ്. ഇത് ആക്ച്വലി ഓൺലൈൻ പർച്ചേസ് അല്ല, ഞാൻ സ്റ്റോറിൽ പോയി വാങ്ങിയ കുറച്ച് ഡ്രസ്സസ്സാണ്. അതായത് ഓഫർ ഉള്ള ടൈമിൽ ഞാൻ പോയി വാങ്ങിയതാണ്. അപ്പോൾ ഒരു 4 ഷോപ്പിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. 4 ഷോപ്പിലെ ഡ്രസ്സസ്സാണ് ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണ്, എന്തൊക്കെ ഓഫറാണ് എനിക്ക് കിട്ടിയത്, ഓൾമോസ്റ്റ് ഒരു പ്രൈസ് റേഞ്ച് എത്രയൊക്കെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് മാർക്ക് ആൻഡ് സ്പെൻസർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഡ്രസ്സസ്സാണ്. അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും, മാർക്ക് ആൻഡ് സ്പെൻസർ എന്ന് പറയുമ്പോൾ കുറച്ചൊരു എക്സ്പെൻസീവ് റേഞ്ചിലോട്ട് വരുന്ന റേറ്റിൽ വരുന്ന ഡ്രസ്സാണ് അവിടെ ഉള്ളത്. അപ്പോൾ എനിക്ക് ലാസ്റ്റ് മന്തിൽ ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. അതായത് 60% ഓഫർ പ്ലസ് നമ്മളുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഓഫറും കൂടി ചേർത്ത് 15% എക്സ്ട്രാ ഓഫറും ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 75% എനിക്ക് ഓഫറിനാണ് ഈ ഡ്രസ്സസൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മാർക്ക് ആൻഡ് സ്പെൻസറിൽ നിന്ന് ഞാൻ എടുത്തേക്കുന്നത് ടീഷർട്ട്സും ഒന്ന് ടോപ്പ്, പിന്നെ ബോട്ടം, നമ്മുടെ കോട്ടൺ പോലത്തെ വരുന്ന ബോട്ടംസ്, അങ്ങനത്തെയൊക്കെ ആണ് ഞാൻ കൂടുതൽ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് വൺ ഒരു ടീഷർട്ടാണ്. ആക്ച്വലി ഇവരുടെ സൈസ് എന്ന് പറയുന്നത് നമ്മളുടെ നോർമലി XL, XXL അങ്ങനെയല്ല അവരിടുന്നത്. 16, 10, 12 അങ്ങനെയാണ് പോകുന്നത്. എനിക്ക് കറക്റ്റ് സൈസ് അവരുടെ ഇത് വരുന്നത് 14 ആണ് വരുന്നത്. പക്ഷേ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൽ 14 ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ 16 ആണ് എടുത്തത്. അപ്പോൾ ഈ 16, 14 എന്നൊക്കെ പറയുന്നത് UK ഡുവൽ സൈസ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അത് ഈ 10 to 12 എന്ന് പറയുന്നത് സ്മോൾ, പിന്നെ 12 to 14 മീഡിയം, അങ്ങനത്തെ ആ ഒരു റേഞ്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഷോപ്പിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന ആൾ നമുക്കത് കറക്റ്റായിട്ട് നമ്മളുടെ സൈസ് ഏതാണെന്ന് പറഞ്ഞു കൊടുത്താൽ അവർ അതിനനുസരിച്ച് എടുത്തു തരും. അപ്പോൾ ഇത് ഫസ്റ്റ് വന്നിട്ടൊരു ലൂസ് ഫിറ്റ് ആയിട്ടുള്ളൊരു ടീഷർട്ടാണ്. നല്ല ബ്രൈറ്റ് ഓറഞ്ച് കളറാണ്. ഇതെനിക്ക് കളർ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പിന്നെ സൈസ് നോക്കിയപ്പോൾ എൻ്റെ കറക്റ്റ് സൈസിന് ഇല്ല. കാരണം ഇത് 60% ഓഫറിലുള്ള സാധനമാണ്. ഞാൻ എല്ലാം എടുത്തേക്കുന്ന ഓഫറിലുള്ളതാണ്. ഒരെണ്ണം മാത്രം ഞാൻ ടീഷർട്ട് ഒരു ഓഫറിലല്ലാതെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് 60% ഓഫ് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സൈസ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇച്ചിരി വലുതാണെങ്കിലും കുഴപ്പമില്ല, ലൂസ് ഫിറ്റ് ആണല്ലോ, അപ്പം വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഈ കളർ എടുത്തു. പിന്നെ സെക്കൻഡ് വൺ വന്നിട്ട് ഈ നല്ലൊരു ബ്ലൂ കളർ ടോപ്പാണ്. ഇതിനെ ബോക്സ് ടോപ്പ് അങ്ങനെയാണ് പറയുന്നതെന്നാണ് അവിടുത്തെ പുള്ളി പറഞ്ഞത്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നിന്ന ആൾ. ഇതും ഒരു ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ കൈയിൻ്റെ നമ്മുടെ ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചിങ് ആയിരിക്കും. ഇവിടെ നമുക്കങ്ങനെ കൈയിനെ സെപ്പറേറ്റ് വെക്കുന്നതോ അങ്ങനെ ഒന്നുമല്ല, ഒറ്റ ക്ലോത്തിൽ അവർ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതും നല്ലൊരു ബ്ലൂ കളറാണ്. നമുക്ക് ക്യാമറയിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ നല്ല ബ്ലൂ കളറാണ്. അപ്പോൾ ഇതൊരു കോട്ടൺ ടോപ്പ് തന്നെയാണ്. നെക്സ്റ്റ് വന്നിട്ട് ഇതൊരു പാൻസ് ഞാൻ എടുത്തതാണ്. ഇത് പക്ഷേ കുറച്ചൊരു എക്സിക്യൂട്ടീവ് ടൈപ്പ് ഒരു പാൻസാണ്. പക്ഷേ എന്നാലും നമുക്ക് ഈ സാധാരണ നമ്മൾ ടീഷർട്ട് അല്ലെങ്കിൽ ടോപ്പൊക്കെ ആയിട്ട് വെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഈ ഞാൻ നേരത്തെ കാണിച്ച ഷർട്ടും ആ ടീഷർട്ടിനും ടോപ്പിനും ഒക്കെ ഓൾമോസ്റ്റ് ഒരു 400, 300 ആ ഒരു റേഞ്ചൊക്കെ ഉള്ളൂ. മാക്സിമം വന്നാലാണ് 400 വരുന്നത്. മോസ്റ്റ്ലി 300, 350 ആ ഒരു റേഞ്ചിലാണ് എനിക്ക് ഓഫർ 60% ഓഫർ പ്ലസ് 15% ഓഫർ കഴിഞ്ഞിട്ട് കിട്ടിയിരിക്കുന്നത്. പാൻസ് ഒക്കെ വന്നിട്ട് എനിക്ക് തോന്നുന്നു 700 ആ ഒരു റേഞ്ച് ആയിട്ടുണ്ടാവും, 700 റേഞ്ച് ആയിട്ടുണ്ടാവും. ഒരെണ്ണം, അതായത് ഓഫറിനുള്ള ഒന്നും 1000 above റുപ്പീസ് പോയിട്ടില്ല. എല്ലാം ആ ഒരു ഉള്ളിൽ. കാരണം നമുക്ക് അത്രയും വലിയൊരു നല്ലൊരു ബ്രാൻഡിൻ്റെ ഡ്രസ്സ് നമുക്ക് ഈ ഒരു ഓഫറിന് ഇത്രയും ഭയങ്കര ലോ റേറ്റിൽ കിട്ടുമ്പം നല്ലൊരു ഡീലാണത്. പിന്നെ അടുത്ത വന്നിട്ട് ഇതൊരു ടീഷർട്ട് ഞാൻ ജസ്റ്റ് വെറുതെ എടുത്തു എന്നേ ഉള്ളൂ. ഇതും ഒരു പാറ്റേൺ, മറ്റേ ബോക്സ് ടൈപ്പ് പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാറ്റേൺ വരുന്ന ഒരു ടീഷർട്ടാണ്. ഇതൊരു പീച്ച്, ഡാർക്ക് പീച്ച് അങ്ങനത്തെ ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു ടീഷർട്ട്. ഇതൊക്കെ ആക്ച്വലി ഓഫർ ഉള്ളത് കൊണ്ട് മാത്രം, ഇഷ്ടപ്പെട്ടത് കൊണ്ട് എടുത്തതാണ്. പിന്നെ ഇതും ഒരു ടീഷർട്ടാണ്. ജസ്റ്റ് ഒരു ഗ്രീൻ കളർ പ്രിൻ്റ് വരുന്ന, പ്രിൻ്റല്ല നമ്മുടെ ബനിയൻ ടൈപ്പ് വരുന്ന ഒരു ടീഷർട്ടാണ്. ഇതും ഇങ്ങനെ വരും. ഇത് എല്ലാം ലൂസ് ഫിറ്റാണ്. കൂടുതലും അവിടെ ഉണ്ടായിരുന്നത് ലൂസ് ഫിറ്റാണ്. ആക്ച്വലി ഇതിൻ്റെ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റാണ്. തൊടുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ആക്ച്വലി ഞാൻ വാഷ് ചെയ്തു കേട്ടോ. കാരണം അവിടെ ഓഫറിന് ഉള്ളതുകൊണ്ട് നമുക്കറിയാമല്ലോ, എല്ലാവരും ഇങ്ങനെ ഇട്ട് നോക്കുന്നതും. പിന്നെ അന്നൊക്കെ ചെന്ന് അവിടെ എടുക്കുമ്പോൾ തന്നെ ആ ഒരു പൊടിയുടെ ഒരു ഇതെനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ കാരണം എല്ലാവരും ഒക്കെ ഇടുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം വാങ്ങിയിട്ട് ഒന്ന് വാഷ് ചെയ്തു. വാഷ് ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത്.
ഇതാണ് ഞാൻ ഓഫറിന് അല്ലാണ്ട് എടുത്ത ഒരു ടീഷർട്ട്. ഇത് പക്ഷേ വന്നിട്ട് 1200 1199 299 അങ്ങനെ എങ്ങാണ്ടേ ആയിട്ടുള്ളൂ. ഇതൊരു കോളർ ടീഷർട്ടാണ്. ആക്ച്വലി എനിക്ക് കോളർ ടീഷർട്ട് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നോർമലി ഇതിന് മുന്നേ വന്നുകൊണ്ടിരുന്ന ടീഷർട്ട്സൊക്കെ ഇടുമ്പോൾ നമുക്ക് ആ ഒരു ഫെമിനിൻ ഫീൽ കിട്ടില്ല നമുക്ക്. അപ്പോൾ എനിക്കത് അങ്ങനെ ഇടുന്നത് ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഈ ടീഷർട്ട് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആദ്യം ഞാൻ കരുതി ഓഫറിനുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ യെല്ലോ കളറും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഓഫറിന് വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 350 399 അങ്ങനെ എങ്ങാണ്ടേ ഉള്ളൂ. അതിൽ നിന്നും കുറവാണെന്ന് തോന്നുന്നു. ഞങ്ങളന്ന് പ്രൈസ് ടാഗ് ഇട്ടിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. ഞങ്ങൾ അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഓക്കെ 399 താഴെ ഉള്ളൂ, 350 താഴെ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ 2 എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഒരു പിങ്ക് കളറും ഒരു യെല്ലോ കളറും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അവിടെ പോയി ബില്ല് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ആ പുള്ളി പറഞ്ഞു ഇതിന് ഓഫർ ഇല്ല, ഇത് ന്യൂ അറൈവലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കളർ നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് പ്യുവർ വൈറ്റിൽ ചെറിയൊരു പിങ്ക് ബോർഡർ വരുന്ന പോലത്തെ, പക്ഷെ ഇടുമ്പോൾ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ വേറൊരു ബ്രാൻഡ് നമ്മുടെ ഇൻട്യൂൺ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബാംഗ്ലൂരുള്ള ഒരു ഷോപ്പാണ് ഇൻട്യൂണ്. പിന്നെ നമ്മളുടെ സ്റ്റുഡിയോയിലും ഇപ്പോൾ ഈ ഒരു ടൈപ്പ് ടീഷർട്ട്സ് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതുള്ളത് കൊണ്ട് അതിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് നല്ലോണം മനസ്സിലാവും. ഞാൻ അതും ആക്ച്വലി വാങ്ങിയിട്ടുണ്ട്. അത് 299 ഉള്ളൂ സ്റ്റുഡിയോയിലും ഇൻട്യൂണിലും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഇത് വാങ്ങാൻ പറ്റില്ല, ഇച്ചിരി റേറ്റ് കൂടുതലായതുകൊണ്ട് വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് വന്നത് കാരണം ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് ക്വാളിറ്റി നല്ല ഡിഫറൻസ് ഉണ്ട്. ക്വാളിറ്റിയും മെറ്റീരിയലും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഫിറ്റും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഒക്കെ എല്ലാം ലുക്കൊക്കെ സെയിം ആയിട്ട് തോന്നും. പക്ഷേ ക്വാളിറ്റി വൈസ് മാർക്ക് ആൻഡ് സ്പെൻസറിൻ്റെത് അടിപൊളി സാധനമാണ്. എന്നുവെച്ചാൽ ആ പ്രൈസ് റേഞ്ചിനുള്ള നമുക്ക് ആ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കും. നെക്സ്റ്റ് വന്നിട്ട് ഇതാണ്. ഇതിന് എനിക്ക് തോന്നുന്നു 300 രൂപ എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ, 299 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. ഇത് ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഫുൾ ഡ്രസ്സാണ്. നമ്മളുടെ ബീച്ച് വെയറൊക്കെ പോലത്തെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ഇച്ചിരി ലെങ്ത്തിൽ വരുന്ന ഒരു കുർത്ത പോലത്തെ, കുർത്ത അല്ല ഓപ്പൺ ബട്ടൺ ഡ്രസ്സാണ്. ഇതെല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റും നമുക്കിങ്ങനെ. ഇതെനിക്ക് അന്ന് അവിടുത്തെ ലൈറ്റിങ്ങിലൊക്കെ കണ്ട് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തു. പക്ഷേ പിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഈ സാധനം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മുടെ പഞ്ചാബി ഹൗസിൽ ഹരിശ്രീ അശോകൻ്റെ ഒരു ജുബ്ബ ഉണ്ടല്ലോ, അതുപോലെ എനിക്ക് തോന്നി. അതിനുശേഷം എനിക്ക് എന്തോ ഇനി ആൾക്കാർ കളിയാക്കുമോ അങ്ങനത്തെ ഒരു തോന്നൽ വന്നു. അപ്പോൾ ഞാൻ തന്നെ ആദ്യം പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, ഇനിയിപ്പോൾ ആരും പറയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ എനിക്കിത് ആക്ച്വലി നമുക്കിത് ബീച്ച് വെയർ അങ്ങനെ ഡ്രസ്സായിട്ട് ഇടാൻ നല്ല ഇതാണ്, നല്ല കളറുമാണ്. ആക്ച്വലി ഇതിൻ്റെ വൈറ്റും ബ്ലൂവും ഉണ്ടായിരുന്നു. ഇതും 60% + 15% ഓഫറിലാണ്. ഇതിൻ്റെ ബ്ലൂവും വൈറ്റും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സൈസ് കറക്റ്റായിട്ട് കിട്ടിയില്ല. ഈ പറഞ്ഞ പോലെ ചെറിയ 1-2 സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കങ്ങനെ എടുക്കാമായിരുന്നു. പക്ഷേ തീരെ ചെറിയ സൈസായിപ്പോയി. അതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ സൈസിന് ഉള്ള ഈ കളറ്, പിങ്ക് കളറ് തന്നെ ഞാൻ എടുത്തു. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ടീഷർട്ടാണ്. നമ്മുടെ ലൈൻസ് ആയിട്ട് വരുന്ന മൾട്ടി കളറിൽ വരുന്ന ഒരു ടീഷർട്ടാണ്. അപ്പോൾ ഇതും 200 299 ആ ഒരു റേഞ്ചിലേ വന്നിട്ടുള്ളൂ. ഇതും ആക്ച്വലി എനിക്ക് ഇതിടുമ്പോൾ നമ്മളുടെ ബാലരമയിലെ വിക്രമനും മുത്തും ഉണ്ടല്ലോ, അതിൽ ആ ഒരു ഫീൽ എനിക്കും തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ രാഹുലിനൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ എടുത്തു ഞാൻ. പിന്നെ വന്നിട്ട് ഒരു പാൻസാണ്. ഇതും ഭയങ്കര ലെങ്ത്തുള്ളൊരു പാൻറ്റാണ്. ഇത് അതായത് ഫിനിഷിങ് ഭയങ്കര രസമാട്ടോ. ഇതിൻ്റെ അടിപൊളി ഫിനിഷിങ്ങാണ്. ഈ താഴത്തെ സ്റ്റിച്ചിങ് ഒന്നും നമ്മൾ അറിയുന്നുകൂടിയില്ല. കാരണം അത്രയും പ്രീമിയം ബ്രാൻഡ് ആകുമ്പോഴത്തേക്കും അതിൻ്റേതായ ഇത് അവർ കാണിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും നമുക്ക് കാണുന്നില്ല. ഭയങ്കര സീംലെസ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ്. പിന്നെ ഇതെനിക്ക് കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. ഈ പാൻസിൻ്റെ ലെങ്ത്ത് എന്നെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ എനിക്കിത് കുറച്ചൊന്ന് ഓൾട്ടർ ചെയ്യണം. പക്ഷേ എനിക്ക് ഇപ്പോൾ ഈ സ്റ്റിച്ചിങ് കണ്ടിട്ട് ഓൾട്ടർ ചെയ്യാൻ എനിക്കൊരു മടി. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ വരില്ലല്ലോ. പിന്നെ ഞാനങ്ങനെ അപ്പോൾ എന്തായാലും ഓൾട്ടർ ചെയ്തേ പറ്റൂ, കാരണം അത്രയും ലെങ്ത്ത് ഉണ്ട് എനിക്ക്. അപ്പോൾ ഇതും നല്ല അടിപൊളി പിന്നെ അവിടുത്തെ ഞാൻ കൂടുതലും ശ്രദ്ധിച്ചത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട് അവിടെ.
ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ്, നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന എപ്പോഴും കാണുന്ന പോലത്തെ ബ്ലാക്ക് വൈറ്റ് ബീച്ച് അങ്ങനത്തെ കളേഴ്സ് അല്ലാതെ ഭയങ്കര കോമൺ ആയിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കളേഴ്സിൻ്റെ പാൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റിയായിരുന്നു. അപ്പോൾ എനിക്കതിൽ പിന്നെയും ഓഫറിൽ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനങ്ങനെ ഈ പാൻസും എടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ മാർക്ക് ആൻഡ് സ്പെൻസറിലെ ഹാളെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഹോൾ വീഡിയോ കാണിച്ചപ്പോൾ മാർക്ക് ആൻഡ് സ്പെൻസറിലെ ഹോൾ വീഡിയോ കാണിച്ചപ്പോൾ സൈഡിലിരുന്നിട്ട് രാഹുൽ പറയാം രാഹുലിൻ്റെയും കൂടി കാണിക്കുമെന്ന് പറഞ്ഞിട്ട് രാഹുലിൻ്റെ ഷർട്ട്സ് എടുത്തുകൊണ്ടുവന്ന് രാഹുലും അവിടുന്ന് സെയിം ജെൻസിനും ലേഡീസിനും സെയിം ഓഫർ തന്നെയാണ് ഉണ്ടായിരുന്നത്, 60% + 15%. അപ്പോൾ രാഹുലിൻ്റെ ഷർട്ട്സ് ഇത് രണ്ടുമാണ് രാഹുൽ അവിടെ നിന്ന് വാങ്ങിയത്. ഭയങ്കരമായിട്ട് രാഹുൽ ഇട്ടപ്പം നല്ല അടിപൊളിയായിരുന്നു, നല്ല ഷർട്ട്സാണ്. ഇതും ഓൾമോസ്റ്റ് ഒരു 1000 ബിലോയേ വരുന്നുള്ളൂ. നല്ല നമ്മളുടെ എന്താ പറയുക ഒരു ട്രോപ്പിക്കൽ പ്രിൻ്റ് വരുന്ന പോലത്തെ ഒരു ഷർട്ടാണ്. നല്ല മെറ്റീരിയലാണ്, ക്ലോത്ത് നല്ല മെറ്റീരിയലാണ്, ഇടാൻ ഭയങ്കര സുഖമാണെന്ന് പറഞ്ഞു രാഹുൽ പറഞ്ഞു. പിന്നെ ഇത് വന്നിട്ട് ഒരു ജസ്റ്റ് ഒരു പ്ലെയിൻ ലൈൻസ് വരുന്ന ഒരു ഷർട്ട്. ഇതൊക്കെ ഇങ്ങനെ ഹാങ്ങറിൽ ഇപ്പം ഇട്ടേക്കുമായിരുന്നു, രാഹുൽ ജസ്റ്റ് എടുത്തിട്ട് വന്നതാണ് അങ്ങനെ. അപ്പോൾ ഇതും അടിപൊളിയാണ്, ഇത് രണ്ടും ഇടുമ്പം ഭയങ്കര സുഖമാണെന്ന് പറഞ്ഞു. ആ മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ്. പിന്നെ നമുക്ക് നല്ല ഓഫറിനാണ് കിട്ടിയത്. ഒരു 1000 ബിലോയേ ഉള്ളൂ. ഇപ്പം ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല എത്രയാണ്, 1000 ബിലോ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് ഞാൻ പിന്നെ സ്റ്റുഡിയോയിൽ നിന്നും Forever 21 പിന്നെ ഇൻട്യൂൺ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൽ നിന്ന് വാങ്ങിയതാണ്. ആക്ച്വലി നിങ്ങൾ ഷോപ്പേഴ്സ് സ്റ്റോപ്പ് എന്ന് കേട്ടിട്ടുണ്ടാവും ഒരു ബ്രാൻഡ്, അവരുടെ അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു ബ്രാൻഡാണ് ഇൻട്യൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്നൊക്കെ വാങ്ങിയതും ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതും ഒക്കെ ഓഫർ റേഞ്ചിൽ വാങ്ങിയതാണ്. ഇൻട്യൂണിൽ ഓൾമോസ്റ്റ് 20 to 30% ഓഫൊക്കെ ഉണ്ടായിരുന്നു. Forever 21ലും നല്ല ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ Forever 21 സാധാരണ ഞാൻ അങ്ങനെ വാങ്ങാറില്ല, പക്ഷേ അവിടെയും ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വാങ്ങിയ കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഫസ്റ്റ് സ്റ്റുഡിയോന്ന് വാങ്ങിയതാണ്. ഇത് നമ്മളുടെ ഒരു ഷർട്ട് പോലെ വരുന്ന നമ്മുടെ ടോപ്പാണ്. കുറച്ച് ലെങ്ത്ത് കുറവാണ്, പക്ഷേ ഇപ്പം ഇതാണല്ലോ ട്രെൻഡിങ് എന്ന് പറയുന്നത്, ലെങ്ത്ത് കുറവുള്ള ടോപ്സ് ആണല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ കോളറുള്ളത് ഇടാറില്ല. രാഹുലിന് പക്ഷേ ഞാൻ കോളറുള്ളത് ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാഹുൽ എപ്പോൾ സെലക്ട് ചെയ്താലും എനിക്ക് കോളറുള്ളത് എടുക്കും. അപ്പോൾ ഞാൻ വഴക്കുണ്ടാക്കുമായിരുന്നു, അങ്ങനെ എനിക്ക് കോളറുള്ളത് ഇഷ്ടമില്ല. പക്ഷേ ഇത്തവണ ഞാൻ എടുത്തതൊക്കെ കോളറുള്ളതാണ്. അപ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ സ്വന്തമായിട്ട് എടുക്കുമ്പോൾ നിനക്ക് കുഴപ്പമില്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് വേറൊരു രീതിക്കാണ്, മറ്റേത് വരുന്നത് വേറൊരു രീതി വരുന്ന കോളേഴ്സാണ്. പക്ഷേ ഇപ്പോൾ ഇതാണല്ലോ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അങ്ങനെ വാങ്ങിയതാണ്. നെക്സ്റ്റ് വരുന്നതും ഷർട്ടിൻ്റെ മോഡലിൽ വരുന്ന 2 ഡ്രസ്സാണ്, ടോപ്പാണ്. അപ്പോൾ ഇത് എനിക്ക് മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഇട്ടപ്പോഴും എനിക്ക് നല്ല ഭംഗി തോന്നി. അപ്പോൾ ആ രണ്ടും ഇഷ്ടപ്പെട്ടത് കാരണം ഒരു ഗ്രീൻ കളറും എടുത്തു, ഒരു ബ്ലൂ കളറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിവർത്തി കാണിച്ചു തരാം. ഇതിങ്ങനെ വരും. ഇത് വന്നിട്ട് വേറൊരു മോഡലാണ്. ഇത് കോളർ ഉണ്ടെന്നേ ഉള്ളൂ, ഷർട്ട് മോഡലല്ല, ഇവിടെ ക്ലോസ്ഡ് ആണ് വരുന്നത്. നമ്മളുടെ Forever 21 എന്നാണ്. ടോപ്പൊന്നും എനിക്ക് അവിടുത്തെ ഒന്നും സൈസ് കറക്റ്റ് ആവുന്നുണ്ടായില്ല. ചിലത് ഇച്ചിരി ടൈറ്റായിരിക്കും, ചിലത് നല്ല ലൂസായിരിക്കും. അപ്പോൾ കറക്റ്റ് ഫിറ്റിന് വരുന്നത് അങ്ങനെ. പിന്നെ അവിടെ കുറേ ഇങ്ങനെ സ്ലീവ്ലെസ്, ഭയങ്കര ലെങ്ത്ത് കുറവുള്ള അങ്ങനത്തെ കുറേ ടോപ്സൊക്കെയാണ്, ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള ടോപ്സാണ് വരുന്നത്. അപ്പോൾ ടോപ്സ് ഒന്നും Forever 21 ഒന്നും ഞാൻ വാങ്ങിയില്ല. ഞാൻ വാങ്ങിയത് പാൻസ് ആണ് വാങ്ങിയത്. ഇത് ഭയങ്കര ലൂസ് ഫിറ്റിൽ വരുന്ന നല്ല ഭയങ്കര സുഖമാണ് കേട്ടോ ഇതിടാൻ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഭയങ്കര ഇങ്ങനെ ഇതായിട്ട് കിടക്കുന്ന ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഒരു പാൻസാണിത്. ഇതിൻ്റെ ബ്ലാക്ക് കളറും ബീച്ച് കളറും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബീജും സെയിം തന്നെയാണ്. എനിക്കിങ്ങനെ ഇടാൻ ഇഷ്ടപ്പെട്ടു, ഇട്ടപ്പോൾ നല്ല കംഫർട്ട് ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ കുറേ നമ്മളുടെ ഡ്രസ്സസിൻ്റെ കൂടെയൊക്കെ ചേരും, ടോപ്പിൻ്റെ കൂടെയൊക്കെ ചേരും. അങ്ങനെ ഞാൻ ബീച്ച് കളറും ബ്ലാക്ക് കളറും Forever 21 എന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് ഒരു പാൻസാണ്, താഴെ ഇങ്ങനെ എലാസ്റ്റിക് വെച്ചിട്ട് വരുന്ന ഒരു വൈറ്റ് പാൻസാണ്. അപ്പം ഞാൻ കുറേ ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഞാൻ വാങ്ങിയതാണ്. സാധാ നമ്മളുടെ ഒരു പാൻസ്. അപ്പോൾ അതാണ് എൻ്റെ Forever 21 ഞാൻ വാങ്ങിയ പാൻസ് എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ Forever 21 കാണിച്ചപ്പോൾ രാഹുൽ പിന്നെയും വന്നിട്ടുണ്ട്. രാഹുൽ ഒരു പാൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. രാഹുൽ അതും കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇതാണ് രാഹുൽ വാങ്ങിയ പാൻസ്. ഇത് ഒരു ചെറിയൊരു
ക്രീം ഷെയ്ഡ് വരുന്ന ഓഫ് വൈറ്റ് വരുന്ന ഒരു പാൻസാണ് ഇത്. പക്ഷെ ഭയങ്കര ഹെവിയാണ് കേട്ടോ, കുറച്ച് നമുക്ക് വെയിറ്റ് ഉണ്ട്. പിന്നെ കുറേ മറ്റേ കാർഗോ പാൻസ് പോലെ വരുന്നതാണ്, കുറേ പോക്കറ്റ്സും ഒക്കെ ആയിട്ട്. പക്ഷേ ഇടുമ്പോൾ ഭയങ്കര രസമാണ്, നമ്മൾ ഒരു ട്രെൻഡി ഫീലിംഗ് വരും, നമുക്ക് കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ടാവും. പിന്നെ ഈ താഴെ നമ്മളുടെ ഇതിനെന്താ പറയണത്, ബലൂൺ ഫിറ്റോ അങ്ങനെ എങ്ങാണ്ടാന്ന് തോന്നല്ലേ പറയുന്നത്, എനിക്ക് അത്ര ഐഡിയ ഇല്ല. ഇത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളുടെ ഈ ഒരു ലെങ്ത് ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇതിൻ്റെയും കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു, ബ്ലാക്ക്, ബ്രൗൺ, അങ്ങനെ എന്തൊക്കെയോ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ എപ്പോഴും ചേർന്ന് പോകുന്ന വൈറ്റ് ആണല്ലോ അങ്ങനെ. പക്ഷേ വൈറ്റ് കണ്ടപ്പോഴും നല്ലൊരു ലുക്ക് ഉണ്ട്, അങ്ങനെ വാങ്ങിയതാണ് വൈറ്റ്. ഓക്കെ ഓക്കെ, ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഇടയ്ക്ക് ഒരു പാൻസിൻ്റെ കൂടെ ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. ഞാൻ ശരിക്കും സ്റ്റോറിൽ ഹോളാണല്ലോ കാണിക്കുന്നത്, അപ്പോൾ ഞാൻ ആമസോണിലെ ഹോൾ കാണിക്കണില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് പെട്ടുപോയി, ഞാൻ മാറ്റി വയ്ക്കട്ടെ. പിന്നെ അതെ ഈ ടീഷർട്ട്, ഇത് ഞാൻ പെപ്പേന്ന് എടുത്ത് ഞാൻ വാങ്ങിയതും ഈ ഷോപ്പിംഗ് ഒക്കെ ഞാൻ ചെയ്തതും ബാംഗ്ലൂരുള്ള ഫീനിക്സ് മോൾ ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പുതിയൊരു മോൾ, നിങ്ങളെല്ലാവരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഭയങ്കര ആർഭാടമായിട്ടാണ് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ ചെയ്തത്. ഈ അടുത്താണ് അത് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ ഞങ്ങളുടെ ഫ്ലാറ്റിന് അടുത്തുള്ള ഭാരതീയ സിറ്റി മോൾ എന്ന് പറഞ്ഞിട്ട് ഒരു മോളുണ്ട്, അവിടെയൊക്കെ പോയിട്ടാണ് ഞാനിത് ഒരു ഓൾമോസ്റ്റ് 2-3 ആഴ്ചയായിട്ടൊക്കെയാണ് ഞാനിത് വാങ്ങിയിരിക്കുന്നത്. അല്ലാതെ എല്ലാം പെട്ടെന്ന് ഒന്ന് പോയി അങ്ങനെ വാങ്ങിയതല്ല, 2 ആഴ്ച ഒക്കെ ആയിട്ടാണ് ഞാനിത് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് പെപ്പേന്ന് വാങ്ങിയതാണ്. ഇങ്ങനെ ജസ്റ്റ് എല്ലാം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ നടക്കുമ്പോൾ ഇങ്ങനെ പെപ്പയിലും ഓഫറുണ്ട്, 60%, 40% ഓഫർ എന്നൊക്കെ കണ്ടു. കാരണം ലാസ്റ്റ് മന്ത് എന്ന് പറയുന്നത് എല്ലാ ഷോപ്പിലും ഓഫേഴ്സ് ഉണ്ടായിരുന്നു, എല്ലാ ഷോപ്പിലും. ഓഫർ ഇല്ലാത്ത ഷോപ്സൊക്കെ വളരെ ചുരുക്കമായിരുന്നു. എല്ലായിടത്തും മിനിമം 30% ഓഫെങ്കിലും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ടീഷർട്ടും കുറച്ച് ലൂസ് ഫിറ്റായിട്ട് വരുന്ന ടീഷർട്ടാണ്. ഇതും എനിക്ക് ഇട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കളറും ഒരു ഭയങ്കര ലൈറ്റ് ലെമൺ ഗ്രീൻ അങ്ങനത്തെ ഒരു കളറല്ല, അങ്ങനെ യൂഷ്വലി കാണാറില്ലല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ കളറും ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വാങ്ങിയത് ഇത് പെപ്പേന്ന്. പിന്നെ ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ പറഞ്ഞ ഇൻറ്റ്യൂൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്ന് വാങ്ങിയത്. ഇതൊക്കെ ടീഷർട്ടാണ്, കൂടുതലും വരുന്നത് ടീഷർട്ടാണ്. ഇതെല്ലാം ഒരു 199, 299 ആ ഒരു റേഞ്ചിലാണ് ഈ ടീഷർട്ട്സൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ ഞാനിപ്പം കോമൺ ആയിട്ട് ഇപ്പം കൂടുതലും ജീൻസും ടീഷർട്ട്സുമാണ് ഞാനിപ്പം യൂഷ്വലി പുറത്തൊക്കെ പോകുമ്പോഴും ഒക്കെ ഇടുന്നത്. അപ്പം ഞാൻ അങ്ങനെ കുറച്ച് ടീഷർട്ട്സ് കുറച്ചധികം ഇൻറ്റ്യൂണിൽ നിന്ന്, അതായത് വില കുറവുള്ളത് കൊണ്ട് വാങ്ങിയെന്നേ ഉള്ളൂ. ഇതൊരെണ്ണം നല്ലൊരു, എനിക്ക് ആ പ്രിൻറ്റും കളറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഞാൻ വാങ്ങി. പിന്നെ ഇതും അതുപോലെ, ഇതൊരു ക്രീം കളറിലാണ്, ഇതും ഒരു ഇങ്ങനെ ജസ്റ്റ് ഒരു ഇവിടെ ഒരു പ്രിൻറ്റ് വരുന്ന, അതും അങ്ങനെ ഞാൻ വാങ്ങി. ഇത് നല്ല പ്യുവർ വൈറ്റാണ്, പ്യുവർ വൈറ്റിൽ ഒരു പ്രിൻറ്റ് വരുന്ന ഒരു ടീഷർട്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലൊരു പിങ്ക് കളറുമാണ്, നല്ല ഫിറ്റായിട്ട് കിടക്കുന്ന ഒരു ടോപ്പാണ്, നല്ല അടിപൊളി ടോപ്പാണ്. ജീൻസിൻ്റെ ബ്ലൂ കളർ ജീൻസിൻ്റെ കൂടെയൊക്കെ അത് ഇങ്ങനെ പെയർ ചെയ്യുമ്പോൾ തന്നെ നല്ല റിച്ച് നിൽക്കണ പിങ്കാണ്, പക്ഷേ നല്ല ഭംഗിയുള്ള പിങ്കും നല്ല മെറ്റീരിയലുമാണ്. ഇതും ഇൻറ്റ്യൂണിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ ഇതിപ്പോൾ കുറേ വൈറ്റായി, കാരണം വൈറ്റ് ഇടുമ്പോൾ നമുക്ക് അറിയാമല്ലോ നല്ലൊരു ഭംഗി ഉണ്ടാവും. അങ്ങനെ വൈറ്റ് കുറേ എണ്ണം വാങ്ങി. ഇതും ഒരു വൈറ്റാണ്. പിന്നെ വന്നിട്ട് ഇത് കുറച്ച് ലെങ്ത് ഉള്ള ടീഷർട്ട്, ബാക്കി വാങ്ങിയതൊക്കെ കുറച്ച് ലെങ്ത്ത് ക്രോപ്പ് ടോപ്പ് പോലെ വരുന്ന കുറച്ച് ലെങ്ത്ത് കുറഞ്ഞ ടീഷർട്ട്സാണ്. അപ്പം 1-2 ലെങ്ത്ത് ഉള്ളത് വാങ്ങാം എന്ന് പറഞ്ഞിട്ട് ഒരു ടീഷർട്ട് ഇതൊരെണ്ണം ലെങ്ത്ത് ഉള്ളത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലൂ, ഈ ബ്ലൂ കളറ് എനിക്ക് രാഹുലിനും ഇതുപോലൊരു ബ്ലൂ കളർ ഉണ്ട്. അന്ന് തൊട്ടേ ഞാൻ വിചാരിച്ചതാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ബ്ലൂ കളർ വേണമെന്ന്. അപ്പോൾ കണ്ടപ്പോൾ പിന്നെ ഞാൻ വേറെ പ്രിൻറ്റോ അങ്ങനെ ഒന്നും നോക്കിയില്ല, എനിക്ക് ബ്ലൂ കളർ ഇഷ്ടപ്പെട്ടത് കാരണം ഇതും ഒരെണ്ണം വാങ്ങി. ഇതാണ് എൻ്റെ ഹോൾ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ വാങ്ങിയ ഫോർഎവർ 21 മാർക്ക് ആൻഡ് സ്പെൻസറിൻ്റെയും ഇൻറ്റ്യൂണിൻ്റെയും സുഡിയോയുടെയും ഒക്കെ ഹോൾ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ആക്ച്വലി ഞാൻ ഒരാൾ വെറുതെ ഇത്രയും പോയിട്ട് ഇങ്ങനെ കുറേ ഡ്രസ്സൊന്നും വാങ്ങില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഒരു ട്രിപ്പ് ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അപ്പോൾ ഞങ്ങളുടെ ആ ട്രിപ്പിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ കുറച്ച് ഡ്രസ്സസാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ എങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നു, എങ്ങനെ എവിടെ പോകുമ്പോൾ ഏത് ഡ്രസ്സാണ് ഇടുന്നത്, അങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇനിയുള്ള എൻ്റെ അങ്ങോട്ടുള്ള വീഡിയോസ് നിങ്ങൾ കാണണം. ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി എൻ്റെ അപ്കമിങ് വീഡിയോസിൽ ഈ ഡ്രസ്സസൊക്കെ ഞാൻ എങ്ങനെയാണ്, ഈ ഡ്രസ്സും ടീഷർട്ട്സും ഒക്കെ ഞാൻ എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യുന്നത്, എന്തൊക്കെ ആക്സസറീസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് ഞാൻ അപ്കമിങ് വീഡിയോസിൽ കാണിക്കാം. അപ്പോൾ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.